Good afternoon, ma'am. Good afternoon. Good afternoon, all. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം മിസ് എടുത്തത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? Yes, ma'am. Clear ആണ്. Clear ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Okay, ma'am. പേഴ്സണൽ പ്ലാനിങ് വരെയല്ലേ മിസ്? അവിടെ നിന്നല്ലേ ഇനി തുടങ്ങേണ്ടത്? സ്റ്റോഴ്സ് പ്ലാനിങ് വരെ മിസ് പറഞ്ഞില്ലേ? ലോജിസ്റ്റിക് പ്ലാനിങ്ങിലെ ഓക്കെ. നെക്സ്റ്റ് പേഴ്സണൽ പ്ലാനിങ്. മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ, മെഡിക്കൽ ഫീൽഡിലും നോൺ മെഡിക്കൽ ഫീൽഡിലും ഏതൊക്കെ പേഴ്സണൽസിനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ഇൻക്ലൂഡ് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നത്? അതിൽ ആരൊക്കെയാണ് വരുന്നത്? അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് വൺ മെഡിക്കൽ സ്റ്റാഫ്. മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്, para and preclinical disciplines and standby staff should be ready for services in the control room or command center. എന്താണ് ക്ലിനിക്കൽ സ്റ്റാഫുകൾ, പാര ആൻഡ് പ്രീ ക്ലിനിക്കൽ സ്റ്റാഫുകൾ, സ്റ്റാൻഡ് ബൈ സ്റ്റാഫുകൾ എന്താണ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ അവരുടെ സർവീസുകൾ അവരുടെ സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി കൺട്രോൾ റൂമിൽ അല്ലെങ്കിൽ കമാൻഡ് സെന്ററിൽ തയ്യാറായിരിക്കണം എന്ന് വെച്ചാൽ പാര സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? കേട്ടിട്ടില്ലേ? പാരാ ക്ലിനിക്കൽ, ഫിസിയോതെറാപ്പി, റേഡിയോതെറാപ്പിയിലെ ഇമേജിംഗ് നടത്തുന്നത്, ഓക്യുപേഷണൽ തെറാപ്പി നടത്തുന്നത് അവരൊക്കെയല്ലേ പാരാ മെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്? ആണോ? ഇമേജിംഗ് അല്ലെ, സ്കാനിങ്ങുകൾ, അങ്ങനെയുള്ള ടെക്നീഷ്യൻസ്, റേഡിയോഗ്രഫി ചെയ്യുന്ന ആളുകള്, മെഡിക്കൽ ഇമേജിംഗ് നടത്തുന്നവര്, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി അങ്ങനെയൊക്കെ കൊടുക്കുന്ന പാരാ ക്ലിനിക്കൽ സ്റ്റാഫുകള്. പ്രീ ക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ റിസർച്ചുകളൊക്കെ നടത്തില്ലേ? റിസർച്ച് സയന്റിസ്റ്റുകള്. ഫാർമക്കോളജിസ്റ്റ് മിസ് ലബോറട്ടറിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് അവർ റിസർച്ചുകൾ എടുക്കുന്നത്? ഡ്രഗ്സുകള് ലിവിങ് ഓർഗാനിസത്തിലേക്ക് എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ള റിസർച്ചുകൾ നടത്തുന്നവര് അല്ലേ? ആണോ? ജീവനുള്ളവയില് മരുന്നുകളെ എങ്ങനെ ഇഫക്റ്റ് ചെയ്യുക, എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തുന്ന ആളുകളാണ് ഫാർമക്കോളജിസ്റ്റ്. അവരൊക്കെയാണ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻ സ്റ്റാഫുകൾ. പിന്നെ സ്റ്റാൻഡ് ബൈ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? സ്റ്റാൻഡ് ബൈ സ്റ്റാഫ് ഹോസ്പിറ്റലില് ഇല്ല എന്ന് വെച്ചാൽ അവർ ചിലപ്പോ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഇല്ലായിരിക്കും, പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് കൊണ്ട് ഇപ്പൊ അവരുടെ എമർജൻസി സിറ്റുവേഷനിൽ അവരുടെ സേവനം ആവശ്യമായിട്ട് വരാം. അപ്പൊ ആ ഒരു കോളിൽ പോലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളെയാണ്, ആ സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ തന്നെ വരുന്ന ആളുകളെയാണ് സ്റ്റാൻഡ് ബൈ സ്റ്റാഫ് എന്ന് പറയുന്നത്. എന്ന് നമ്മ പറഞ്ഞു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാല് ഒരുപാട് സ്റ്റാഫുകൾ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ട് വരില്ലേ? വരും. സാധാരണ ഉള്ളതിൽ കൂടുതൽ സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വരില്ലേ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ, എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു കോള് കൊണ്ട് സേവനം കൊടുക്കാൻ
വരുന്ന ആളുകളെയാണ് സ്റ്റാൻഡ് ബൈ സ്റ്റാഫ് എന്ന് പറയുന്നത്. ചിലപ്പോ അവര് വർക്ക് ചെയ്യുന്ന ആളുകൾ ആവണം എന്നില്ല, വേറെ എവിടെയെങ്കിലും സെക്ഷനിൽ വേറെ ഏതെങ്കിലും സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാവാം. പക്ഷെ എന്താണ്, ഹോസ്പിറ്റലിൽ ഒരു സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ എന്താണ്, അവിടുത്തെ ഒരു കോള് കണ്ടു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ സേവനം വേണമെന്ന് പറഞ്ഞാല് പെട്ടെന്ന് വരുന്ന ആളുകളെയാണ് സ്റ്റാൻഡ് ബൈ സ്റ്റാഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെയുള്ള എന്താണ് ക്ലിനിക്കൽ സ്റ്റാഫ്, ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഡോക്ടേഴ്സ്, നഴ്സുമാര്, അങ്ങനെയുള്ള സ്റ്റാഫുകള്, പാരാ ക്ലിനിക്കൽ സ്റ്റാഫുകള്, പ്രീ ക്ലിനിക്കൽ സ്റ്റാഫുകള്, സ്റ്റാൻഡ് ബൈ സ്റ്റാഫുകളൊക്കെ എന്താണ്, ഹോസ്പിറ്റല് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് അവരുടെ സേവനം കൊടുക്കുന്നതിന് വേണ്ടി കമാൻഡ് സെന്ററിലും കൺട്രോൾ റൂമിലും റെഡി ആയിരിക്കണം, തയ്യാറായിരിക്കണം. Next, nursing staff. Nursing superintendent should be liable to prepare a list of nursing staff who may stand ready at a short notice and be able to mobilize additional nursing staff from non-critical areas. എന്ന് വെച്ചാല് nursing superintendent നഴ്സിംഗ് സൂപ്രണ്ടിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒരു നിർദ്ദേശത്തില് ജോലിക്ക് അവരുടെ സർവീസ് കൊടുക്കാൻ വരുന്ന സ്റ്റാഫുകളുടെ, നഴ്സുമാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻസിലെ നിർദ്ദേശത്തില് ഡ്യൂട്ടിയിൽ കയറാൻ തയ്യാറായിരിക്കുന്ന നഴ്സുമാരുടെ ഒരു ലിസ്റ്റ് നഴ്സിംഗ് സൂപ്രണ്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ എന്താണ്, നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ നിന്ന് കൂടുതലുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ ഏരിയാസിലേക്ക്, അല്ലെ, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏരിയാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ക്ലിയർ ആയോ? നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒരു നിർദ്ദേശത്തില് എന്താണ്, നഴ്സ് ജോലിക്ക് കയറാൻ തയ്യാറായിരിക്കുന്ന, ഡ്യൂട്ടിയിൽ കയറാൻ തയ്യാറായിരിക്കുന്ന നഴ്സുമാരുടെ ഒരു ലിസ്റ്റ് നഴ്സിംഗ് സൂപ്രണ്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ നിന്നുള്ള, ക്രിട്ടിക്കൽ ഏരിയാസിൽ കൂടുതലായി വരുന്ന സ്റ്റാഫുകളെ എന്താണ്, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏരിയയിലേക്ക് ചേഞ്ച് ചെയ്യുക, അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുക. ക്ലിയർ ആയോ? അത് ചിലപ്പോ അവരെന്താണ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റലിൽ എന്താണ് ഡേ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആയിരിക്കും, അല്ലെ. അപ്പൊ അവരെന്താണ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നഴ്സിംഗ് സൂപ്രണ്ട് വിളിക്കുകയാണ്, എന്താണ്, ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എന്താണെന്ന് പറഞ്ഞാൽ വരുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെ, ഡ്യൂട്ടിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് നഴ്സിംഗ് സൂപ്രണ്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്, നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ ചിലപ്പോൾ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടാവാം, അല്ലെ, അവിടെ അത്രയും ആളുകൾ വേണ്ട. എന്താണ്, വാർഡുകളിൽ മരുന്നുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ ഒരുപാട് സ്റ്റാഫുകൾ വേണോ? ഒന്നോ രണ്ടോ സ്റ്റാഫുകൾ വേണ്ട, അല്ലേ? ഒരേ അപ്പൊ നോൺ ക്രിട്ടിക്കൽ ഏരിയാസ്, അധികം അപകടകരമല്ലാത്ത പേഷ്യൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഏരിയയിലുള്ള കൂടുതലുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ ഏരിയാസ്, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നെക്സ്റ്റ്, ആൻസിലറി സ്റ്റാഫ്. ഹോസ്പിറ്റലിലെ മെഡിക്കൽ അല്ലാണ്ട് വരുന്ന ആൻസിലറി സ്റ്റാഫുകൾ ആരൊക്കെയാണ്? ആൻസിലറി മെഡിക്കൽ സർവീസ്, അല്ലെ, മെഡിക്കൽ സർവീസിന് സപ്പോർട്ട് നൽകുന്ന, പിന്തുണ നൽകുന്ന സഹായ മെഡിക്കൽ സർവീസുകൾ ഏതൊക്കെയാണ്? റേഡിയോളജി, അല്ലെ, റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്,
അപ്പൊ അങ്ങനെയുള്ള സർവീസുകള് ആൻഡ് ഓൾസോ അതർ ഹോസ്പിറ്റൽ സർവീസുകള്, ഹോസ്പിറ്റലിലെ മറ്റ് സർവീസുകള് ഏതൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോഴ്സ്, ഫാർമസി, കിച്ചൺ എക്സെട്ര ഷുഡ് ബി അവൈലബിൾ. ഇങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെ എന്തായിരിക്കണം? തയ്യാറായിരിക്കണം അല്ലെ, അവൈലബിൾ ആയിരിക്കണം. ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇവരെല്ലാം അവൈലബിൾ ആയിരിക്കണം. വേണ്ടേ? ചിലപ്പോ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് ബ്ലഡ് കൊടുക്കേണ്ടി വരാം അല്ലെ, ടെസ്റ്റുകളൊക്കെ കൊടുക്കേണ്ടി വരാം അല്ലെ, റേഡിയോളജി ചെയ്യേണ്ടി വരാം അല്ലെ, ഒന്നൂടെ. അപ്പൊ അതിനൊക്കെ വേണ്ടി അവർ തയ്യാറായിരിക്കണ്ടേ? സ്റ്റാഫുകള് വില്ലിങ് ആയിരിക്കണം അല്ലെ. പിന്നെ എന്താണ്? ഹൗസ് കീപ്പിംഗ്, ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും അല്ലെ സ്റ്റാഫുകൾക്ക്. ഒരുപാട് പേഷ്യൻസിനെ, ഒരുപാട് ആളുകളെ കൊണ്ടുവരുമ്പോ ക്ലീനിങ് ജോലി കൂടുതലല്ലേ ചെയ്യാം. അപ്പൊ ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ വൃത്തിയാക്കല് അല്ലെ, സ്റ്റോഴ്സിൽ നിന്ന് ഒരുപാട് റിസോഴ്സുകൾ ആവശ്യമായിട്ട് വരും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അപ്പൊ സ്റ്റോഴ്സിലുള്ള സ്റ്റാഫുകള്, ഫാർമസി മരുന്നുകൾ കൊടുക്കുന്നതിന് വേണ്ടി, കിച്ചൺ ഫുഡുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങള് നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി അവൈലബിൾ ആയിരിക്കണം. ക്ലിയർ ആയത്? നെക്സ്റ്റ് വോളണ്ടിയേഴ്സ്. വോളണ്ടിയേഴ്സ് അറിയാലോ നമുക്ക്, പൊതുവെ നമുക്ക് കേൾക്കുന്നതാണ് വോളണ്ടിയേഴ്സ്. അതാണ് പുറത്തു നിന്ന് വരുന്ന ആളുകൾ അല്ലെ, ചിലപ്പോ സംഘടനാപരമായി വരാം അല്ലെ, പാർട്ടി പ്രവർത്തകര് വരാം അല്ലെ, സ്റ്റുഡൻസ് വരാലോ വോളണ്ടിയേഴ്സ് ആയിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു വോളണ്ടിയേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. നോക്കിയേ, the role which volunteers will assume during the time of disaster should be predetermined, rehearsed, coordinated and supervised by the regular senior staff. എന്താണ്? ഒരു സീനിയർ സ്റ്റാഫിന്റെ മേൽനോട്ടത്തില് ദുരന്ത സമയത്ത് വരുന്ന വോളണ്ടിയേഴ്സ്, സന്നദ്ധ പ്രവർത്തകരുടെ ഏറ്റെടുത്ത ജോലിയിലെ, അവർക്ക് കൊടുക്കുന്ന ജോലിയിലെ എന്താണ്? അവർക്ക് പ്രീഡിറ്റർമിന്റ് ആയിരിക്കണം അല്ലേ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. വോളണ്ടിയേഴ്സ് ഇന്ന ജോലികൾ കൊടുക്കണം. ഒരു പരിപാടി നമ്മുടെ സ്കൂൾ കോളേജുകളിൽ അതല്ലെങ്കിൽ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിപാടികൾ നടത്തുമോ വോളണ്ടിയേഴ്സിനെ തിരിക്കാറുണ്ടോ? വോളണ്ടിയേഴ്സ് ഫുഡ് കമ്മിറ്റിക്ക് ഇത്ര വോളണ്ടിയേഴ്സ് അല്ലേ, ഫുഡ് കമ്മിറ്റി റീഫ്രഷ്മെന്റിന് ഇത്ര വോളണ്ടിയേഴ്സ്. എന്താണ്? അവർ അതുമായി ബന്ധപ്പെട്ട ജോലികളല്ലേ ചെയ്യുന്നത് ആ വോളണ്ടിയേഴ്സ്. ഗസ്റ്റുകളെ സ്വീകരിക്കാനായി വോളണ്ടിയേഴ്സ് അല്ലെ, തിരക്കുകള് നിയന്ത്രിക്കുന്നതിനായി ഇത്ര വോളണ്ടിയേഴ്സ്, അങ്ങനെയല്ലേ ചെയ്യുന്നേ. അപ്പൊ അതുപോലെ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഡിസാസ്റ്റർ ദുരന്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സീനിയർ സ്റ്റാഫിന്റെ മേൽനോട്ടത്തില് എന്താണ്? സന്നദ്ധ പ്രവർത്തകരുടെ ഉത്തരവാദിത്തങ്ങള് പ്രീഡിറ്റർമിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. അവർക്ക് അതിന് വേണ്ട റിഹേഴ്സല്, ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ, പരിശീലനം കൊടുത്തിട്ടുണ്ടായിരിക്കണം. കൂടാതെ അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്യണം, ഏകോപിപ്പിക്കണം അല്ലെ. പല ആളുകളിലാവുമ്പോ എന്താണ്? പല അഭിപ്രായങ്ങൾ വരാം അല്ലെ. അപ്പൊ അവര് എന്ത് വേണം? അവരുടെ ഇടയിൽ ഒരു ഏകോപനം അല്ലെ, ഒരു ഐക്യം കൊണ്ടുവരണം, ഒരു ഏകീകരണം കൊണ്ടുവരണം. ആൻഡ് സൂപ്പർവൈസ്ഡ്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കണം. ക്ലിയർ ആയത്? ദുരന്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരു സീനിയർ ഓഫീസർ എന്താണ്? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകിയിട്ടുണ്ടായിരിക്കണം. അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം. കൂടാതെ അവർക്ക് വേണ്ട മേൽനോട്ടം വഹിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് റിസർവ് സ്റ്റാഫ്. നമ്മൾ റിസർവേഷൻ ടിക്കറ്റ് എടുക്കാറില്ലേ ട്രെയിനിലെല്ലാം? എന്താണ്? ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ അല്ലേ.
ആണോ? സീറ്റ് ബുക്ക് ചെയ്തിടും അല്ലെ? അല്ലേ? അതുപോലെ ഹോസ്പിറ്റലിലെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട റിസർവ് സ്റ്റാഫ് എന്താണ്? ഇവര് മുൻകൂട്ടി കുറച്ച് സ്റ്റാഫുകളെ കണ്ടുപിടിച്ച് വെക്കാം അല്ലെ, ഐഡന്റിഫൈ ചെയ്ത് വെക്കാം അല്ലെ. എന്താണ് ഡിസാസ്റ്റർ വരുന്നവർക്ക് എന്ത് വേണ്ടി വരും? ഒരുപാട് സ്റ്റാഫുകളെ വേണ്ടി വരും അല്ലെ. അപ്പൊ അതിനു വേണ്ടി ഇവരെന്ത് ചെയ്യാം? ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി, ICS ഇൻസിഡന്റ് കമാൻഡ് കമ്മിറ്റി എന്ത് ചെയ്യണം? കുറച്ച് ആളുകളെ ഇതിനു വേണ്ടി ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് റിസർവ് സ്റ്റാഫ്. ക്ലിയർ ആയത്? മിസ്റ്റർ പറഞ്ഞുതരാം. ഹോസ്പിറ്റൽ മസ്റ്റ് ബി ഐഡന്റിഫൈയിങ്. ഹോസ്പിറ്റല് നിർബന്ധമായും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫിസിഷ്യൻസ്, നഴ്സസ് ആൻഡ് റിട്ടയേർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ്. എന്താണ് ഹോസ്പിറ്റലില് അധികമായി വരുന്ന സ്റ്റാഫുകളിൽ എന്താണ് ഡോക്ടേഴ്സ് ആരൊക്കെയാണ് അവർക്ക് ലഭ്യമായിട്ടുള്ളത്? നഴ്സസിനെ ആരൊക്കെ അവർക്ക് കിട്ടും? റിട്ടയേർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സിന് ആരൊക്കെയുണ്ട്? കൂടാതെ എന്താണ് who have changed career to work outside the hospital healthcare facilities. ഹോസ്പിറ്റൽ ആരോഗ്യ പരിചരണ മേഖലകൾക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകള് ഇല്ലേ? നിങ്ങൾക്ക് ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രം കിട്ടിയോ ഡിസാസ്റ്റർ സമയത്ത്? ബ്ലഡ് ബാങ്കിലല്ലേ, ലബോറട്ടറിയിലല്ലേ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആളുകൾ വേണ്ടേ? ടെക്നീഷ്യൻസ് അല്ലേ? വേണോ? അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകൾ ഇവർ എന്ത് ചെയ്യണം? മുൻകൂട്ടി കണ്ട് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. കൂടാതെ നൗ വർക്ക് ഇൻ ഏരിയാസ് അതർ ദാൻ ഡയറക്റ്റ് പേഷ്യന്റ് കെയർ. ഡയറക്റ്റ് അല്ല, നേരിട്ട് രോഗി പരിചരണത്തിലല്ലാതെ വർക്ക് ചെയ്യുന്ന ആളുകള്. ആശാ വർക്കർ ശരിക്കും പറഞ്ഞ ആരാണ്? ആരോഗ്യ പ്രവർത്തകരാണോ? എക്സാമ്പിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് കറക്റ്റ് ആവാൻ ക്ലിയർ ആവാൻ വേണ്ടി പറയുന്നതാണ്. ആശാ വർക്കേഴ്സ് ആരാണ്? ആരോഗ്യ പ്രവർത്തകരാണോ? ആശാ വർക്കേഴ്സ് കേട്ടിട്ടില്ലേ? അല്ല അല്ലേ. എന്താ അവര് ചെയ്യുന്നേ? ആരോഗ്യ പ്രവർത്തനമല്ലേ ചെയ്യുന്നത്? നമ്മുടെ വാർഡിലെ എന്താണ് ഗർഭിണികളുടെ കണക്കെടുക്കാണ് അല്ലെ? കണക്കെടുക്കുന്നുണ്ട്. എന്താണ് അവർക്ക് വേണ്ട പോഷകാഹാരങ്ങള് അംഗൻവാടികളിൽ നിന്ന് ലഭ്യമാക്കുന്നില്ലേ? അവർക്ക് വേണ്ട TT ഇഞ്ചക്ഷൻസ് വന്ന് മുൻകൂട്ടി പറയുന്നുണ്ടോ? കുട്ടികൾക്കുള്ള വാക്സിനേഷൻ എന്ന് പറയുന്നത് ആരാ? വാക്സിനേഷനുമായി ബന്ധപ്പെട്ടത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ഓരോ വാർഡുകളും സംഘടിപ്പിക്കുന്നത് ആരാ? അതൊക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് തരുന്നത് ആരാ? ആശാ വർക്കേഴ്സ് അല്ലെ. പിന്നെന്താണ് ഈ 18 വയസ്സിന് താഴെയുള്ള ഫീമെയിൽസിന് വേണ്ട പോഷകാഹാരങ്ങൾ കുറവുണ്ടെങ്കിൽ അതൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്, അതിന്റെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത് ആരാ? ആശാ വർക്കേഴ്സ് ആണോ? അപ്പൊ ഇവരാരാണ്? ഹെൽത്ത് വർക്കേഴ്സ് അല്ലേ? ആരോഗ്യ പ്രവർത്തകരല്ലേ ശരിക്കും പറഞ്ഞ? അപ്പൊ അങ്ങനെയുള്ള നേരിട്ട് രോഗി പരിചരണത്തിലല്ലാതെ വർക്ക് ചെയ്യുന്ന ആളുകള്, അങ്ങനെയുള്ളവരൊക്കെ ഒരു ലിസ്റ്റ് ഇവരിങ്ങനെ അങ്ങനെയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ കൊറോണ വന്നപ്പോൾ ഓരോ വാർഡുകളിലെയും കൊറോണ പേഷ്യൻസിന്റെ കണക്കെടുപ്പ് നടത്തിയത്, അവർക്ക് വേണ്ട മെഡിസിനുകൾ എത്തിച്ചു കൊടുത്തത്, അവരുടെ ഫാമിലിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതൊക്കെ ആരാ? മറന്നുപോയോ അതൊക്കെ? ആശാ വർക്കേഴ്സ് അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇങ്ങനെയുള്ള നേരിട്ട് രോഗി പരിചരണത്തിൽ എന്താണ് വർക്ക് ചെയ്യാത്ത ആളുകളെയൊക്കെ അങ്ങനെ കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം, അവരുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി. ഇപ്പൊ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് എടുത്തു പറയാൻ വന്നത് വയനാട് ദുരന്തം സംഭവിച്ചപ്പോ ഒരു ആശാ വർക്കർ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പങ്കെടുത്തിരുന്നു. ആളുകളെ രക്ഷിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കാനും ന്യൂസിലും
ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് എന്തൊരു ആരോഗ്യ ഇതുമായി ബന്ധപ്പെട്ട ദുരന്തം സംഭവിച്ചാലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. ഉണ്ടാവോ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ റിസർവ് സ്റ്റാഫുകൾ എന്താണ് ഹോസ്പിറ്റലുകൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. എന്താണ് നമ്മുടെ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട ഫണ്ടുകൾ അനുവദിക്കുക. പിന്നെ എന്താണ് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസോഴ്സുകൾ വേണ്ടി വരും അല്ലെ, ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരുന്നൊക്കെ മെഡിസിനുകൾ, എക്യുപ്മെന്റ്സ്, കോട്ടൺസ്, ഫുഡ് അല്ലെ, ക്ലീനൻസ്, ബെഡ്ഷീറ്റുകൾ അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഇപ്പൊ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ് ഡിസാസ്റ്റർ ഫേസ്. ഡിസാസ്റ്റർ ഫേസിൽ എന്താണ് ഡിസാസ്റ്റർ സംഭവിക്കുകയാണ് അല്ലെ, ഡിസാസ്റ്റർ ആക്ടിവേഷൻ നടത്തി. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? ഓൾട്ടർ ആൻഡ് മൊബിലൈസിംഗ് ഫേസ്. ഇതിനെന്താണ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ ഫേസ്, ഡിസാസ്റ്റർ ഫേസ് എന്നും ഓൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ് എന്ന് പറയുന്നു. ഓൾട്ടർ എന്ന് പറഞ്ഞാൽ മാറ്റല്, ഷിഫ്റ്റ് ചെയ്യണം അല്ലെ, പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യണോ, മാറ്റണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഷിഫ്റ്റ് ചെയ്യലും മാറ്റലും. മൊബിലൈസേഷൻ സമാഹരിക്കല്, ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ റിസോഴ്സുകൾ സമാഹരിക്കണ്ടേ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായ അല്ലെ സർജിക്കൽ മെറ്റീരിയൽസ് അല്ലെ, സർജിക്കൽ റിസോഴ്സുകള്, മെഡിസിനുകള് അല്ലെ, എക്യുപ്മെന്റ്സുകള്. അപ്പൊ അങ്ങനെയുള്ള മൊബിലൈസേഷൻ ഫേസ് എന്താണ് മാറ്റലും സമാഹരിക്കലുള്ള ഘട്ടം. Okay, plans for alerting the disaster committee, staff, other facilities via phones or paging, and mobilizing resources to suitable activated areas. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? ഡിസാസ്റ്റർ കമ്മിറ്റിയെ അലേർട്ട് ചെയ്യണം അല്ലെ, ദുരന്ത സമിതി, സ്റ്റാഫ് ജീവനക്കാരെ, അതർ ഫെസിലിറ്റീസ് എന്താണ് മറ്റു ഫെസിലിറ്റീസിലേക്ക് എന്താണ് ഫോൺ വഴി അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ വഴിയോ മൈക്ക് വഴിയോ എന്താണ് ഇവരെ അലേർട്ട് ചെയ്യുക, ഇവർക്ക് വേണ്ട ജാഗ്രത കൊടുക്കുക അല്ലെ, ഇവരെ അറിയിക്കുക. ആൻഡ് മൊബിലൈസിംഗ് റിസോഴ്സസ് ടു സൂട്ടബിൾ ആക്ടിവേറ്റഡ് ഏരിയാസ്. ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഏരിയാസിലേക്കും വേണ്ട റിസോഴ്സുകൾ വിഭവങ്ങൾ സമാഹരിക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റലില് ഒരു ഏരിയയില് തീപിടുത്തുണ്ടായി, അതെല്ലാവരും അറിയിക്കണോ, ഡിസാസ്റ്റർ കമ്മിറ്റി അറിയിക്കണോ? അറിയിക്കണം അല്ലേ. പിന്നെ എന്താണ് അതിന് ട്രെയിനിങ്, ഈ തീ അണക്കുന്നതിനുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ച സ്റ്റാഫുകൾ ഉണ്ടാവോ? ഉണ്ടാവോ? അപ്പൊ അവരൊക്കെ വിവരം അറിയിക്കണ്ടേ, സ്റ്റാഫുകളെ വിവരം അറിയിക്കണം അല്ലെ. അതർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല് ഈ തീപിടുത്തുണ്ടായ അതിന്റെ ചുറ്റുള്ള ഏരിയ നമുക്ക് കൺട്രോൾ ചെയ്യണം, അങ്ങോട്ട് ആരെയും കിടത്തി വിടാത്ത രീതിയിൽ. അല്ലെങ്കിൽ ഒരു കെമിക്കൽ സ്പില്ലേജ് നടന്നാലും ആ ഏരിയയിലേക്ക് ആരെയും കടത്തി വിടാത്ത രീതിയിൽ അയവാക്കുക ചെയ്യണം, അവിടുന്ന് ഒഴിപ്പിക്കണം, ആ ഏരിയ കൺട്രോൾ ചെയ്യണം അല്ലെ, നിയന്ത്രിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ട ഫെസിലിറ്റീസ് വേണം അല്ലെ. കൂടാതെ എന്താണ് ഈ തീപിടുത്തം അണയ്ക്കുന്നതിനുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് വേണ്ടേ, സ്റ്റാഫുകൾക്ക് PPE കിറ്റുകൾ വേണ്ടേ. ആർക്കെങ്കിലും തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ അവരെന്താണ് അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ നടത്തുന്ന ഏരിയാസിലേക്ക് എത്തിക്കണോ? എത്തിക്കണോ? അപ്പൊ അതൊക്കെയാണ് അതിൽ പെടുന്നത്. ക്ലിയർ ആയോ? ഫേസിംഗ് എന്താണ് ഡിസാസ്റ്റർ കമ്മിറ്റി അറിയിക്കുക അല്ലെ, ആദ്യം തന്നെ എന്ത് ചെയ്യുക, ആ കമ്മിറ്റി അറിയിക്കുക. അവരെന്ത് ചെയ്യും, പിന്നെ സ്റ്റാഫുകളെ അറിയിക്കുക അല്ലെ, ഇതിനു വേണ്ടി ട്രെയിനിങ്ങുകൾ ലഭിച്ച ഇതിനു വേണ്ടി
നിയമിക്കപ്പെട്ട സ്റ്റാഫുകളെ അറിയിക്കുക അല്ലെ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ അറിയിക്കുക. ഫെസിലിറ്റീസ് ലഭ്യമാക്കുക, എന്താണ് ഫോൺ വഴിയോ പേജിംഗ് വഴിയോ അല്ലെ, ലൗഡ് സ്പീക്കർ വഴിയോ മൈക്ക് വഴിയോ അറിയിക്കുക. പിന്നെ എന്താണ്, അവിടുത്തെ ഏരിയയിലേക്ക് ബന്ധപ്പെട്ട റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, incident commander. An incident commander who must be free to command and coordinate to overall disaster response must be appointed by hospital administration. എന്താണ്, മൊത്തത്തിലുള്ള ദുരന്ത പ്രതികരണം അല്ലെ, ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള റെസ്പോൺസുകൾ കമാൻഡ് ചെയ്യാനും ഏകോപിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു ഇൻസിഡന്റ് കമാൻഡറെ എവിടെ നിയമിക്കുക? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിയമിക്കുക. ഒരു ഓതറൈസ്ഡ് പേഴ്സണെ ആയിരിക്കണം അല്ലെ നിയമിക്കേണ്ടത് അല്ലെ. കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ഇൻസിഡന്റ് കമാൻഡർ എന്നും പറഞ്ഞ് പഠിച്ചു അല്ലെ. അതല്ല, താഴെ ഒരു ജൂനിയർ സ്റ്റാഫിനേക്ക് ലീഡറിനെ ആയിരിക്കണം. അതിലൊരു സീനിയർ സ്റ്റാഫിനൊക്കെയാണ് നിയമിക്കുന്നതെങ്കിൽ അയാൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ എല്ലാവരും വായിക്കും. സീനിയർ സ്റ്റാഫ് അല്ല, ജൂനിയർ സ്റ്റാഫ്, ഒരു താഴെ നിൽക്കുന്ന ഒരു സ്റ്റാഫാണ് പറയുന്നതെങ്കിൽ. ചോദിച്ചത് ക്ലിയർ ആയോ? അത് ഉത്തരവ് കൊടുക്കാൻ, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നിയുക്തമായപ്പെട്ട വ്യക്തികൾ, ഓതറൈസ്ഡ് പേഴ്സൺ പാലിക്കില്ല അല്ലെ. ഇപ്പൊ നിങ്ങളോട് വന്നിട്ട് ചെറിയ കുട്ടികള് കുറച്ച് നിർദ്ദേശങ്ങൾ അറിയാണ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, നിങ്ങൾ അത് അംഗീകരിക്കോ? നിങ്ങൾ മക്കള് പറഞ്ഞാൽ പോലെ അംഗീകരിക്കോ? ചെറിയ കുട്ടികൾ പറഞ്ഞാല് നമുക്കറിയാലേ ശരിയേതാണ് തെറ്റേതാണ് അല്ലെ. മൈൻഡ് ചെയ്യില്ല. അതേപോലെ എന്താണ്, അതിനു വേണ്ടി അംഗീകൃത വ്യക്തികൾ അല്ലെ, നിയുക്ത വ്യക്തികളായിരിക്കണം. എന്താണ്, ഈ നിയുക്ത വ്യക്തികൾ എന്താണ്, ഡിസാസ്റ്റർ പ്രതികരണങ്ങൾ ഉറപ്പാക്കാൻ അവർക്ക് വേണ്ട കമാൻഡ് ചെയ്യാനും പിന്നെ എന്താണ് ഏകോപിപ്പിക്കാനും വേണ്ടി അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നിയമിക്കേണ്ടത്. എക്സാമ്പിൾ നോക്കി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ, അവരെന്തായിരിക്കും? കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലെ, നമുക്ക് നിർദ്ദേശങ്ങൾ തരാൻ, കറക്റ്റ് ഡിസിഷൻ അഡ്വൈസുകൾ തരാൻ അല്ലെ. അവര് കുറച്ചും കൂടി എങ്ങനെയുള്ളവരായിരിക്കും? എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലെ. ജൂനിയർ സ്റ്റാഫുകൾക്ക് അത്ര എക്സ്പീരിയൻസ്ഡ് ഉണ്ടാവോ? ഇല്ല. അതുകൊണ്ട് എന്താണ്, നമ്മൾ അതിനത്രയും കാര്യമാക്കി എടുക്കുള്ളൂ. അപ്പൊ അതൊന്നും ഇല്ലാതെ എന്താണ്, എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള വ്യക്തികളെ ആയിരിക്കണം ഇൻസിഡന്റ് കമാൻഡർ ആയിട്ട് നിയമിക്കുന്നതിന് വേണ്ടി. എക്സാമ്പിൾ നോക്കിയേ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യനെ എന്ത് ചെയ്യുക? എമർജൻസി മെഡിക്കൽ സർവീസിന് വേണ്ടി നിയമിക്കുക. അപ്പൊ ആൾക്ക് എന്തറിയാം? കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലെ. എമർജൻസി പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെ, അവരെ എങ്ങനെ സോർട്ട് ചെയ്യാം, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ എങ്ങനെ കൊടുക്കാം അല്ലെ. അതിനുവേണ്ടി കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അപ്പൊ ക്ലിയർ ആയത്? ഓക്കെ. നെക്സ്റ്റ്, ഇൻസിഡന്റ് സ്റ്റാഫ്. ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പഠിച്ചില്ലേ ഇവിടെ? ഇൻസിഡന്റ് സ്റ്റാഫ് 8 പേരെ പഠിച്ചു അല്ലെ. 8 പേരെ പഠിച്ചോ? ഇൻസിഡന്റ് കമാൻഡർ, പബ്ലിക് റിലേഷൻ ഓഫീസർ PRO, സേഫ്റ്റി ലൈസൺ ഓഫീസർ, പ്ലാനിംഗ്, അവര് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇൻസിഡന്റ് സ്റ്റാഫ്. അവരുടെ ഡ്യൂട്ടീസ്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. ദ പർപ്പസ് ഓഫ്, ഉദ്ദേശം എന്താണ്? ദ പർപ്പസ് ഓഫ് ഇൻസിഡന്റ് സ്റ്റാഫ്. ഇൻസിഡന്റ് സ്റ്റാഫ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്?
കമാൻഡറും അല്ലെ, കംപ്രൈസ്ഡ് ഓഫ് കമാൻഡ് ആൻഡ് ജനറൽ സ്റ്റാഫ്. ഇൻസിഡന്റ് കമാൻഡറും ജനറൽ സ്റ്റാഫുകളും ബാക്കി 7 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഇൻസിഡന്റ് സ്റ്റാഫ് അംഗങ്ങൾ അല്ലെ. ഫസ്റ്റ് മേലില് ഹെഡ് ആയിട്ട് ഇൻസിഡന്റ് കമാൻഡർ ഉണ്ടാവും അല്ലെ, അല്ലെ ഹെഡ് ആയിട്ട് ഇൻസിഡന്റ് കമാൻഡർ ഉണ്ടാവും. അതിന് താഴെ 7 അംഗങ്ങൾ സ്റ്റാഫ് അംഗങ്ങൾ അല്ലെ, അങ്ങനെയല്ലേ പഠിച്ചേ? എന്താണ് കംപ്രൈസ്ഡ് ഓഫ് കമാൻഡ് ആൻഡ് ജനറൽ സ്റ്റാഫ്. ഒരു കമാൻഡറും ബാക്കി ജനറൽ സ്റ്റാഫുകളും അടങ്ങുന്നതാണ് ഒരു ഇൻസിഡന്റ് സ്റ്റാഫ് അംഗങ്ങൾ. Is to providing the hospitalized with enough manpower to meet all his or her responsibility in conducting the disaster relief പ്രവർത്തനങ്ങൾ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇൻസിഡന്റ് കമാൻഡർക്ക് ആവശ്യമായ ഇൻസിഡന്റ് കമാൻഡർ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ, ഉണ്ടോ? എന്താണ് ഇൻസിഡന്റ് കമാൻഡർ റെസ്പോൺസിബിലിറ്റീസ്? അതന്ന് മിസ് ഇൻസിഡന്റ് സ്റ്റാഫുകൾ പറഞ്ഞപ്പോ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഇൻസിഡന്റ് കമാൻഡർ റെസ്പോൺസിബിലിറ്റി? മാനേജ് all aspects of the hospital participation in operating the disaster operation അല്ലെ. ഹോസ്പിറ്റലിലെ എല്ലാ ദുരന്ത പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്, മാനേജ് ചെയ്യുന്നത് ആരാ? ഇൻസിഡന്റ് കമാൻഡർ. അപ്പൊ ആളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? കറക്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ട എന്താണ് ഇൻസിഡന്റ് സ്റ്റാഫുകളെ നൽകുക. വേണ്ടേ? ആൾക്ക് ഒറ്റയ്ക്ക് എല്ലാ ജോലീസും ചെയ്യാൻ പറ്റും? ആളുടെ അണ്ടറിലെ 7 അംഗങ്ങൾ വേണല്ലേ, അവരായിരിക്കും ഓരോ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ക്ലിനിക്കൽ ഏരിയാസിലെ പ്രവർത്തനങ്ങള്, നോൺ ക്ലിനിക്കൽ ഏരിയാസിലെ പ്രവർത്തനങ്ങള്, എന്താണ് മറ്റുള്ള ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അല്ലെ. ഫിനാൻഷ്യൽ അപ്പൊ എന്താണ് ഇതുമായി ഇൻസിഡന്റ് കമാൻഡറിലെ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് രീതിയിൽ ചെയ്യുന്നത് ഇൻസിഡന്റ് കമാൻഡർക്ക് ആവശ്യമായ സ്റ്റാഫുകളെ ലഭ്യമാക്കുക. അതല്ലേ ഇൻസിഡന്റ് സ്റ്റാഫ് കൊണ്ടുള്ള ഉദ്ദേശം? ആണോ? നെക്സ്റ്റ് എ സ്റ്റാഫ് കംപ്രൈസിംഗ് ദ 7 പൊസിഷൻ. അതല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ നടന്ന സമയത്ത് പിന്നെ നമുക്ക് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ പറ്റുമോ? ലൈസൺ ഓഫീസർ ഇന്നയാള്, അതല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഇന്നയാള് ഇന്ന ഡ്യൂട്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് നമുക്ക് തിരക്കുപിടിക്കാൻ പറ്റും. ആ സമയത്ത് നമ്മൾ പ്രവർത്തിക്കുകയാണോ ചെയ്യുന്നത്? എന്തെയും പ്രവർത്തിക്കാൻ നോക്കുകയാണ് അല്ലെ. എത്രയും വേഗം ആ ദുരന്തം അവസാനിപ്പിക്കാനല്ലേ നോക്കുക. അപ്പൊ എന്താണ് നേരത്തെ തന്നെ മുൻകൂട്ടി ഇങ്ങനെ സ്റ്റാഫുകളെ ഇതാക്കി കഴിഞ്ഞാൽ എന്താണ് ഇൻസിഡന്റ് കമാൻഡറിലെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റ് രീതിയിൽ ഈ സ്റ്റാഫ് അംഗങ്ങൾക്കും ഇൻസിഡന്റ് കമാൻഡർക്കും കൂടി നിർവഹിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയത്? Next, a staff comprising the 7 position most apt for a medium sized disaster. ഒരു മീഡിയം സൈസ്ഡ് ഡിസാസ്റ്ററിലേക്ക് ഒരു 7 കമ്മിറ്റി അംഗങ്ങളെ ആണ് ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ 8 എണ്ണം ഉണ്ട് അല്ലെ, അതിലൊരാളാണ് ഇൻസിഡന്റ് കമാൻഡർ, ബാക്കി 7 പേര്. നേരത്തെ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും ഇവിടെ പറയുന്നത് ആരൊക്കെയാണ്? പ്ലാനിങ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൺ. അങ്ങനെ ഇൻസിഡന്റ് കമാൻഡറെ കൂടാതെ ഈ 7 അംഗങ്ങൾ കൂടി, സ്റ്റാഫ് അംഗങ്ങൾ കൂടി ഈ ഡിസാസ്റ്റർ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആയത്? അത് റിപ്പീറ്റ് പറയുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ ഇത്? Next, when disaster strikes, activities in hospital. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയായിരിക്കും ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ? ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? വിവരം അറിയിക്കണം അല്ലെ എല്ലാവരെയും. എല്ലാവരും ഇൻഫോം ചെയ്യണം, അനൗൺസ് ചെയ്യണം. ഓക്കെ, ഇൻഫോം ചെയ്യണം. പിന്നെ എന്താണ്?
ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ നടപ്പാക്കണ്ടേ, ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ? പോലീസിനെയും ഫയറിനെയും വിളിച്ചു പറയണം അല്ലേ? പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയണോ? പിന്നെ എന്തൊക്കെ നടക്കും? പിന്നെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം? ട്രീറ്റ്മെന്റ് കൊടുക്കണം. ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ സ്റ്റാഫുകൾ വേണോ? സ്റ്റാഫുകൾ വേണ്ടേ? അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലില് ആ സമയം ആ നടപടി നടത്തണം. ഓക്കെ, ഇംപ്ലിമെന്റ് ചെയ്യണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാന് നടപ്പിലാക്കണം. ഇനി സ്റ്റാഫുകൾ വേണ്ടേ ഓരോ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ? ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ നമുക്കറിയാം ഡേ നൈറ്റും ഷിഫ്റ്റ് ഒക്കെ ആണ് അല്ലെ? അപ്പൊ എല്ലാവരും മറ്റേ ടൈം ഹോസ്പിറ്റലിൽ ഉണ്ടാവും? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അവരെ തിരിച്ചു വിളിക്കണം അല്ലെ? ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വിളിക്കണ്ടേ? പിന്നെ എന്ത് വേണം? ഓരോ സ്റ്റാഫുകൾക്കും അല്ലെ, പ്രധാന വ്യക്തികൾക്ക് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണ്ടേ? ഡോക്ടേഴ്സിന് അല്ലെ, നഴ്സിംഗ് സൂപ്രണ്ടിന് അല്ലെ കൊടുക്കണോ? ഓരോ ഏരിയ റിലേറ്റ് ചെയ്തിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ? അപ്പൊ അവർക്ക് അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ ബാക്കി പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ നോക്കിയേ, authorized individuals are called to declare a doctor major. ഒരു authorized person എന്ത് ചെയ്യുന്നു? ഡോക്ടർ മേജറിന് പ്രഖ്യാപിക്കുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. authorized individuals are called to declare a doctor major incident commander. അവരാരെങ്കിലും എന്ത് ചെയ്യുന്ന? ഡിക്ലെയർ ചെയ്യാണ്. ഇൻസിഡന്റ് കമാൻഡർ, ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. സിഇഒ, Chief Executive Officer, Medical Director, Nursing Director, Senior Physicians implement the disaster plan. അവിടെ ഒരു കോമിറ്റ്, ഡിസാസ്റ്റർ പ്ലാൻ കഴിഞ്ഞിട്ട് ഒരു കോമിഡ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഡിസാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നു. പിന്നെന്താ? പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ആർ ഇൻഫോംഡ്. പോലീസിലേക്കും ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്കും വിവരം അറിയിക്കുന്നു. ക്ലിയർ ആയില്ലേ? അത് നമുക്കറിയാലോ, സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അല്ലെ? എല്ലാവരെയും ആദ്യം എന്ത് ചെയ്യാ? ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം എന്താണ്? മുതിർന്ന വ്യക്തികൾ അല്ലെ, ഹോസ്പിറ്റലിൽ വലിയ ആളുകൾ എന്ത് ചെയ്യാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ നടപ്പിലാക്കുന്നു. പിന്നെ എന്താണ്? നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്കും ഫയറിലേക്കും ഇൻഫോം ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? ടെലിഫോൺ ഓപ്പറേറ്റർ. ഇതൊക്കെ ഓരോ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരിക്കും, അറ്റ് എ ടൈം തന്നെ നടപ്പിലാക്കുന്നതായിരിക്കും. ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ഡോക്ടർ മേജർ 3 times every 30 seconds for period of 3 minutes. എന്താണ്? ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യുന്നു ഡോക്ടർ. 3 times 3 തവണ അനൗൺസ് ചെയ്യുന്നു ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ. അതിനുശേഷം എന്താണ്? ആ പ്രഖ്യാപിക്കുന്ന ആള് ഒന്ന് ഇതാക്കിയിട്ട് എന്താണ്? അടുത്ത 30 സെക്കൻഡ് ആകുമ്പോഴേക്കും വീണ്ടും അനൗൺസ് ചെയ്യുന്നു ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ. അങ്ങനെ ഓരോ 30 സെക്കൻഡ് കൂടുമ്പോഴും ഇങ്ങനെ 3 തവണ ഡോക്ടർ മേജറിന് 3 മിനിറ്റ് വിളിച്ചു പറയുന്നു. അതൊന്നുകൂടി പറയണം. ഇപ്പൊ ആദ്യം അവര് വിളിച്ചു പറയുന്നതാണ് ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ അവരെന്താ? ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ എന്ന് ഈ ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ. അത് കഴിഞ്ഞ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ 3 മിനിറ്റ് നേരത്തേക്ക്. അപ്പൊ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവും? 6 തവണ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ്, ഇങ്ങനെ ഒരു ഇത് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? സ്റ്റാഫ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കൊക്കെ മനസ്സിലാവും അല്ലെ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? അത് ഇൻഫോം ചെയ്യാനാണ് ടെലിഫോൺ ഓപ്പറേറ്റർ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. എന്ന് ഈ ആംബുലൻസ് ഫയർ ഒക്കെ പോകുമ്പോ നമുക്ക് അറിയാൻ പറ്റുമോ?
റോഡിലൂടെ ഒരു ഇത്തിരി ദൂരെ കൂടി പോയാലും നമുക്ക് അറിയാൻ പറ്റും അല്ലെ, എവിടെയോ തീ പിടിച്ചിട്ടുണ്ട് അല്ലെ, ഏതോ എമർജൻസി പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയാൻ പറ്റോ? അറിയാൻ പറ്റോ? എന്തുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്? ആ അലാം കേൾക്കുമ്പോ അല്ലെ, ആ അലാം കേൾക്കുമ്പോഴല്ലേ. ആ അതേപോലെ എന്താണ് ഈ ടെലിഫോൺ ഓപ്പറേറ്റർ സൈറൻ കേൾക്കുമ്പോ അല്ലെ, ആ സൈറൻ കേൾക്കുമ്പോ അപ്പൊ എന്താണ് ഈ ടെലിഫോൺ ഓപ്പറേറ്റർ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും എന്തറിയാൻ പറ്റുന്നു? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എന്താണ് ആ ഏരിയാസിലേക്ക്, ഡിസാസ്റ്ററിലെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏരിയയിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുക. ക്ലിയർ ആയത്? ഓക്കെ. ഇപ്പൊ നമ്മ മൊബൈലിൽ അലാം വെക്കൂലേ, അപ്പൊ അതെന്താ, അത് കുറച്ചു നേരം അടിച്ചു കഴിഞ്ഞിട്ട് ഓഫ് ആവും. നമ്മ ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ തന്നെ ഓഫ് ആയിപ്പോ. അത് കഴിഞ്ഞിട്ട് അടുത്ത 10 മിനിറ്റ് കഴിയുമ്പോ വീണ്ടും അത് അടിക്കൂ അല്ലേ? അടിക്കോ? നമ്മ ആ ടൈം അടിച്ച സ്നൂസ്. ഓക്കെ. അതേപോലെ എന്താണ് ഇവര് 3 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ വിളിച്ചു പറയാണ്. ഒരു 30 സെക്കൻഡ് ആദ്യം വിളിച്ചു പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരു 30 സെക്കൻഡ് കൂടുമ്പോ വീണ്ടും വിളിച്ചു പറയും. അത് കഴിഞ്ഞ് ഒരു 30 സെക്കൻഡ് കൂടുമ്പോ വീണ്ടും മിനിറ്റ് പറയും. അങ്ങനെ 6 തവണ ഇങ്ങനെ വിളിച്ചു പറയും. അപ്പൊ എല്ലാവർക്കും ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉള്ള ഇൻഫോർമേഷൻ കിട്ടുകയും അവർ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് എത്രയും പെട്ടെന്ന് ഓരോ ഏരിയാസിലേക്കും എത്തിച്ചേരുകയും ചെയ്യുന്നു. Next, physicians and other staff who are off duty are recalled. എന്താണ് ഫിസിഷ്യൻസ് അതല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകൾ അവരുടെ ജോലി കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഓഫ് ഡ്യൂട്ടിയിലാണെങ്കിൽ അവരെ തിരിച്ചു വിളിക്കുന്നു. മിസ് പറഞ്ഞില്ലേ ഡ്യൂട്ടി ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവര് പോകൂലേ, അതല്ലെങ്കിൽ ഓഫ് ആയിരിക്കുന്നവരുണ്ടാവും അല്ലെ, ഓഫുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് തിരിച്ചു വിളിക്കുന്നു. ഓൾ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഇംപ്ലിമെന്റഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ. നമ്മ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലേ ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്റർ പ്ലാനുകളില്ലേ. ഇപ്പൊ ഫാർമസിയിലുള്ള ഡിസാസ്റ്റർ പ്ലാൻ ആയിരിക്കോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്, അതായിരിക്കോ ICUയില്, അതായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അല്ല അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്റർ പ്ലാനുകൾ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ സ്ഥാപിത നിയമങ്ങൾക്കനുസൃതമായ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുന്നു. ക്ലിയർ ആയത്? അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അവരത് നിർവഹിക്കുന്നു. Written instructions are given for manning important areas to medical staff and house officers by designated staff. ഒരു നിയുക്ത സ്റ്റാഫ്, ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് എന്താണ് മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസിലേക്കുള്ള മെഡിക്കൽ സ്റ്റാഫിന് ഹൗസ് ഓഫീസേഴ്സ്. ഈ ട്രെയിനിങ്ങുകൾ ഹൗസ് സർജൻസ് ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ, ട്രെയിനിങ്ങിന് വേണ്ടി വരുന്ന ആളുകള് ഹൗസ് സർജൻസി. അപ്പൊ അങ്ങനെയുള്ള ഹൗസ് ഓഫീസേഴ്സിനൊക്കെ എന്ത് നൽകുന്നു? റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. ക്ലിയർ ആയോ? അവര് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ച് അവർക്ക് റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. ഈ മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറഞ്ഞാല് സർജറി, ജനറൽ മെഡിസിൻ, ക്രിട്ടിക്കൽ ഏരിയാസ്, പീഡിയാട്രിക്സ്, അങ്ങനെയുള്ള എമർജൻസി സർവീസുകളൊക്കെ കൊടുക്കില്ലേ? കൊടുക്കോ? അതിനൊക്കെയാണ് മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസിലുള്ള മെഡിക്കൽ സ്റ്റാഫ്. ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോ മനസ്സിലാവും ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടാ. അപ്പൊ നോക്കുക ഇതിനൊക്കെ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ വരില്ല കേട്ടാ.
ആൻസിലറി സപ്പോർട്ടിംഗ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? അപ്പൊ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പൊ ക്ലിയർ ആവും എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഡെസിഗ്നേറ്റഡ് എന്ന് പറഞ്ഞാൽ നിയുക്ത വ്യക്തികൾ, അതിനുവേണ്ടി നിയമിച്ചിട്ടുള്ള ആളുകൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ. ഏതാണ് പറയേണ്ടത്? മിസ് ഒന്നുകൂടെ പറയാം. Written instructions are given for manning important areas to medical staff and house officers by a designated staff. നിയുക്ത വ്യക്തികൾ. ഇപ്പൊ ഇൻസിഡന്റ് കമാൻഡർ ആരാണ്? ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് ആണോ? ഇൻസിഡന്റ് കമാൻഡർ ആളല്ലേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് എല്ലാവർക്കും. അപ്പൊ എന്താ ഇൻസിഡന്റ് കമാൻഡർ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഓരോ മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നടക്കുന്ന സർജറി സർവീസ് അല്ലെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ക്രിട്ടിക്കൽ ഏരിയാസ്, ക്രിട്ടിക്കൽ പേഷ്യൻസിന് കൊടുക്കില്ലേ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസ്, അങ്ങനെയുള്ള ഏരിയാസിലെ ഡോക്ടേഴ്സിന്, മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, ഹൗസ് ഓഫീസേഴ്സിനൊക്കെ റിട്ടൺ ആയിട്ടുള്ള എഴുതിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ അവര് ട്രീറ്റ്മെന്റ് ചെയ്യണം അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആണോ എന്നതിനെ കുറിച്ച് റിട്ടൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ നൽകുന്നു. ക്ലിയർ ആയത്? Next, special instructions are given. Special ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. ആർക്കൊക്കെയാണ്? ഡിസാസ്റ്റർ ചീഫിന്, ചീഫ് ഓഫ് എമർജൻസി റൂമിലെ ചീഫിന്, ട്രയേജ് ഏരിയയിലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എമർജൻസി വെയിറ്റിംഗ് റൂമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സ്റ്റാഫ് ഹോൾഡിംഗ് റൂംസ് സ്റ്റാഫുകൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, നഴ്സിംഗ് സ്റ്റേഷനൊക്കെ അപ്പൊ അവിടുത്തെ സ്റ്റാഫ് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് ഏരിയാസ്, എന്തെങ്കിലും ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലർക്ക് ഷോക്ക് ആവില്ലേ, ഡിപ്രഷനൊക്കെ വരില്ലേ, ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത ആളുകള്. അപ്പൊ എന്താ സൈക്കോളജി സെക്ഷൻ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിൽ നിർദ്ദേശങ്ങൾ കൊടുക്കണം. റിലേറ്റീവ്സ് വെയിറ്റിംഗ് ഏരിയ റൂം, റിലേറ്റീവ്സ് ഇരിക്കുന്ന ഏരിയ, വെയിറ്റ് ചെയ്യുന്ന റൂമില്, അഡ്മിറ്റിംഗ് ഓഫീസ്, എന്താണ് അഡ്മിഷന്റെ പ്രൊസീജിയർ, ഡിസ്ചാർജ്, അഡ്മിഷൻ അങ്ങനെയുള്ള പ്രൊസീജിയർ നടത്തുന്ന ഓഫീസ്, അഡ്മിറ്റിംഗ് ഓഫീസ്. നെക്സ്റ്റ് എക്സ്റേ എന്നാണ് കേട്ടാ, അവിടെ എക്സ് വിട്ടു പോയിട്ടുണ്ട്. അഡ്മിറ്റിംഗ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് കോമ ഇടാം, അത് കഴിഞ്ഞിട്ട് എക്സ്റേ ഡിപ്പാർട്ട്മെന്റ്, ബ്ലഡ് ബാങ്ക്, CSSD, ഇവിടുത്തൊക്കെ എന്ത് കൊടുക്കുന്നു? സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ തന്നിരിക്കുന്ന ഏരിയാസ് നോക്കിയേ, ഓരോ സ്ഥലത്തേക്കും ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുമോ? ഡിസാസ്റ്റർ ചീഫിന് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് ചീഫ് എമർജൻസി റൂമിൽ കൊടുക്കാൻ പറ്റുമോ? അവിടെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ റിലേറ്റീവ്സ് വെയിറ്റിംഗ് റൂമിൽ കൊടുക്കാൻ പറ്റുമോ? അവിടെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അഡ്മിറ്റിംഗ് ഓഫീസിൽ കൊടുക്കാൻ പറ്റുമോ? ഇവർക്കൊക്കെ എന്ത് വേണം? സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അല്ലെ, സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണ്ടേ? പ്രത്യേകം, അതാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയിപ്പോ അത്? നെക്സ്റ്റ്, chiefs are assigned to key areas. ഓരോ പ്രധാന ഏരിയാസിൽ എന്ത് നിയമിക്കുക? ചീഫിനെ നിയമിക്കുക അല്ലെ, ഹെഡിനെ നിയമിക്കുക. എന്തിനാണ്? സൂപ്പർവിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങൾ കറക്റ്റ് രീതിയിൽ നിർവഹിക്കുന്നുണ്ട് എന്ന് മോണിറ്റർ ചെയ്യുന്നതിനും സൂപ്പർവിഷൻ ചെയ്യുന്നതിനും വേണ്ടി എന്ത്? ചീഫിനെ നിയമിക്കുക. ക്ലിയർ ആയത്? Next, security and support personnel control the
traffic triage is initiated next to ambulance enters. Security സപ്പോർട്ടിംഗ് ജീവനക്കാർ എന്താണ് ട്രാഫിക് അല്ലെ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് ആംബുലൻസ് ട്രയേജില് ആംബുലൻസ് നിർത്തുന്ന ഏരിയയില് നിയമിക്കുക. ഇപ്പൊ ആംബുലൻസിന് ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്തായിരിക്കും കൊടുക്കുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും അല്ലെ ഫസ്റ്റ് അവർ കേൾക്കുന്നത്. ഓ പുറത്ത് എന്തെങ്കിലും ദുരന്തം സംഭവിച്ച് പേഷ്യൻസിനെ ആംബുലൻസിലല്ലേ കൊണ്ടുവരാം. കുറെ പേഷ്യൻസ് അറ്റ് എ ടൈം ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുള്ളൂ ആംബുലൻസില്. വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിക്കും അല്ല അല്ലെ? പറ്റാവുന്ന പേഷ്യൻസിനെ കയറ്റി കൊണ്ടുവരും അല്ലെ? അപ്പൊ എന്താണ് ഓരോ ഇങ്ങനെ ക്യൂ ആയിട്ട് ഒരു ആംബുലൻസ് വന്ന് നിർത്തി അതിന്റെ പുറകിൽ തന്നെ അടുത്തത് വരും അല്ലെ? അങ്ങനെയല്ലേ സംഭവിക്കാം? തിരക്കായിരിക്കും അല്ലെ? ഒരു ആംബുലൻസ് വന്ന് നിർത്തി അപ്പോഴേക്കും അടുത്ത ആംബുലൻസ് വന്ന് അപ്പൊ ഈ ആംബുലൻസിൽ നിന്നുള്ള പേഷ്യൻസിനെ കയറ്റണം, അവർക്കുള്ള ട്രയേജ് കൊടുക്കണം അല്ലെ? അവര് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കയറ്റി അവർക്കുള്ള ട്രയേജ് നൽകണം. അപ്പൊ അവിടെ എന്താ ആകെ തിരക്കാവും അല്ലെ? ട്രാഫിക് ആവോ? അത് അങ്ങനെയുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സെക്യൂരിറ്റി ജീവനക്കാരെയും സപ്പോർട്ട് പേഴ്സണൽസിനെയും നിയമിക്കുക. ക്ലിയർ ആയത്? നെക്സ്റ്റ് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ്. ട്രയേജിനുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? ഡു നോട്ട് അലൗ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. എന്താണ് കാഷ്വാലിറ്റീസ് അല്ലെ? എമർജൻസി കേസുകൾ കുന്നുകൂടാൻ അനുവദിക്കാതിരിക്കുക അല്ലെ? ഓരോ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി അവരെ സോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ നൽകുന്നതിന് വേണ്ടി ഓരോ ഏരിയാസിലേക്ക് അവരെ പറഞ്ഞേക്കുക അല്ലെ? ഇപ്പൊ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക്, അതല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അല്ലെ, റെസോസിറ്റേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ സർജറിക്ക് അല്ലെ. അപ്പൊ ഓരോ പേഷ്യൻസിനും വേണ്ട ട്രീറ്റ്മെന്റുകൾ നൽകുന്നതിന് വേണ്ടി ട്രയേജ് കൊടുത്ത് ഓരോരുത്തരെയും പറഞ്ഞേക്കുക. കാഷ്വാലിറ്റിയില് പേഷ്യൻസിന്റെ തിരക്ക് കുന്നുകൂടാൻ അനുവദിക്കരുത്. സോർട്ട് പേഷ്യൻസ് റാപ്പിഡ്ലി. പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്യണം അല്ലേ? വേണ്ടേ? പേഷ്യൻസിനെ കൊണ്ടുവന്ന് അവരെ പെട്ടെന്ന് തന്നെ തരംതിരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കണ്ടേ? ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ അല്ലേ? അപ്പൊ പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ തരംതിരിക്കുക, സോർട്ട് ചെയ്യുക. ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. ഓരോരുത്തർക്കും ഉചിതമായ ടാഗിന് നൽകുക. ഓരോ പേഷ്യൻസിനും ഉചിതമായ ടാഗിന് നൽകുക. ടാഗ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടാ. അപ്പൊ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ അക്യൂട്ട് ട്രീറ്റ്മെന്റ് തീവ്രപരിചരണം ആവശ്യം വരുന്ന ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് റെഡ് ടാഗ് കൊടുക്കും. പിന്നെ യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ടാഗ് ചെയ്താണ് ഓരോ പേഷ്യൻസിനെ സോർട്ട് ചെയ്ത് തിരിക്കുന്നത്. അപ്പൊ ഓരോ പേഷ്യൻസിനും ഉചിതമായ ടാഗ് നൽകുക. റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. എന്താണ് ഓരോ പേഷ്യൻസിനും അവരുടെ അപ്രോപ്രിയേറ്റുള്ള ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് ചികിത്സകൾ നൽകുന്ന വിഭാഗത്തിലേക്ക് ഏരിയാസിലേക്ക് പറഞ്ഞേക്കുക. അപ്പൊ ചിലപ്പോ ക്രിട്ടിക്കൽ പേഷ്യൻസിനെ ചിലപ്പോ ICUയിലേക്കായിരിക്കും അല്ലെ കൊണ്ടുപോകേണ്ടത് അല്ലേ? അല്ലെങ്കിൽ അവർക്ക് സർജറി ആയിരിക്കും ചെയ്യേണ്ടത്. ആണോ? ആണ്. അപ്പൊ അവരെ അങ്ങോട്ട് കൊണ്ടുപോകുക. ചിലപ്പോ മൈനർ ആയിരിക്കും, മൈനർ പേഷ്യൻസ് ആയിരിക്കും, മൈനർ ഇഞ്ചുറീസ് ഒക്കെ പേഷ്യൻസിനായിരിക്കും. അപ്പൊ അവരെന്താ അഡ്രസ് ചെയ്യാനും അങ്ങനെയുള്ള ഏരിയാസിലേക്ക് വിടും അല്ലെ? OPDയിലേക്ക് വിടും. ആണോ? പിന്നെ ചിലപ്പോ കൊണ്ടുവരുമ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെട്ട വ്യക്തികൾ ഉണ്ടാവുമല്ലോ, മരണം സംഭവിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ. അവരെന്ത് ചെയ്യും? അങ്ങനെയുള്ള ആളുകളെ ഇപ്പൊ മരണം സംഭവിച്ച ആളുകളൊക്കെയാണ് ബ്ലാക്ക് ടാഗിൽ ഉൾപ്പെടുന്നത്. അവർക്ക് കൊടുക്കുന്ന ടാഗ് ഏതാണ്? ബ്ലാക്ക് കളർ ടാഗ് ആണ്. അപ്പൊ അവരങ്ങനെ അവർക്ക് ഇനി ഒന്നും കൊടുക്കാനില്ല അല്ലെ? മരണം സംഭവിച്ചു, അവർക്ക് ഇനി ഒരു ട്രീറ്റ്മെന്റും കൊടുക്കാനില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അങ്ങനെ ടാഗ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയത്?
നെക്സ്റ്റ് ഉണ്ട് ടാഗിംഗ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. അപ്പൊ നോട്ട് അലൗ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. എന്താണ് കാഷ്വാലിറ്റി? പേഷ്യൻസ് കൊന്നുകൂടാൻ അനുവദിക്കരുത്. പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്യുക, അവരെ തരംതിരിക്കുക. ഓരോ പേഷ്യൻസിനും അനുയോജ്യമായിട്ടുള്ള അവർക്ക് ഉചിതമായ ടാഗ്, റെഡ്, ഗ്രീനും യെല്ലോ, ബ്ലാക്ക് ഏത് ടാഗാണോ നൽകേണ്ടത് അവർക്ക് ഉചിതമായ ടാഗിങ് നൽകുക. റൂട്ട് ടു അപ്രോപ്രിയേറ്റഡ് ട്രീറ്റ്മെന്റ്, അവർക്ക് ഉചിതമായ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിന് വേണ്ടി ഓരോ ഏരിയാസിലേക്കും അവരെ വിടുക, പറഞ്ഞേക്കുക. ക്ലിയർ ആയോ? മിസ് എടുത്തത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് സെക്ഷൻ എടുക്കാൻ തീരില്ല. അപ്പൊ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.